56 വർഷം മുൻപ് സൈന്യത്തിന്റെ വിമാനം തകർന്ന് കാണാതായവരിൽ മലയാളികളുണ്ടായിരുന്നു. ആ മലയാളികളിൽ ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്ന മറ്റു മലയാളിയിൽ ഒരാൾ കോട്ടയം ഇത്തിത്താനം സ്വദേശിയാണ് KK രാജപ്പൻ. അദ്ദേഹത്തിന്റെ സഹോദരനൊപ്പം ചേരുകയാണ്. മണിയപ്പൻ എന്നാണ് പേരല്ലേ? എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിരുന്നു ഇത് സംബന്ധിച്ച്? ഇല്ല, അടുത്ത നാളിലൊന്നും അറിയിപ്പ് കിട്ടിയില്ല. 2019 ഒരു പർവ്വതാരോഹണക്കാർ ചന്ദ്രഗംഗ എന്ന് പറഞ്ഞു പർവ്വതാരോഹണക്കാർ കയറിയപ്പോഴാണ് ഈ പ്ലെയിൻ്റെ നമ്പർ തെളിഞ്ഞ് കാണുന്നത്. വേനൽക്കാലത്ത് മാത്രമേ അവിടെ ഐസ് ഉരുകുമ്പോഴേ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ. അന്ന് ഇവർ കയറിയപ്പോൾ ഒരു പൈലറ്റിനെ കണ്ടുകിട്ടി. പൈലറ്റ് തെറിച്ച് പുറത്തുണ്ടായിരുന്നു, അഴുകാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആണ് പിന്നെ പ്ലെയിനകത്ത് എൻ്റെ സഹോദരനുണ്ടോന്നുള്ള അറിയില്ല. അപ്പോൾ അവരന്വേഷിച്ചു, ഞാൻ അപേക്ഷ കൊടുത്തു. സഹോദരന് ബോഡി കിട്ടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അതിലൊരു പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തിരിച്ചറിയാനായിട്ട് 25-ാമത്തെ വയസ്സ് മരിച്ചതല്ലേ, 56 വർഷമായില്ലേ. അപ്പോൾ അതേ രൂപത്തിലും ഭാഗത്തിലുമൊക്കെ. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് പ്രായത്തിൽ അതേ രൂപത്തിൽ തന്നെ ബോഡി കിട്ടും എന്നുള്ളതാണ്. എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്? 20-ാമത്തെ വയസ്സിൽ. പോയ ശേഷം എത്ര തവണ നാട്ടിൽ വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏറ്റവും ഇളയ സഹോദരനായിരുന്നു? അല്ല, എൻ്റെ മൂത്തമായിരുന്നു. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ 3 ആണും 4 പെണ്ണും. ഈ ഒരു വാർത്ത അറിഞ്ഞ സ്ഥിതിക്ക് അധികൃതരുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ആരെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്? DSS ബോർഡിൽ നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവിടെ റെക്കോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും പോകാനുള്ള ഉദ്ദേശമാണ്. പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴും? ഉണ്ട്. ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ഒപ്പം ഉള്ളത് എനിക്ക് 3 മക്കളുണ്ട്. ബാക്കി സഹോദരങ്ങളൊക്കെ എവിടെയാണ്? ബാക്കി സഹോദരങ്ങൾ എല്ലാവരും മരിച്ച് 2 സഹോദരങ്ങളെ ജീവിച്ചിട്ടുള്ളൂ. അതൊരാൾ അദ്ദേഹം അവിവാഹിതനായിരുന്നില്ലേ? അവിവാഹിതനായിരുന്നു. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത അന്നാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അടുത്ത ലീവിന് വരും പാട്ടൊന്നും പറഞ്ഞ് പോയതാ. 56 വർഷശേഷവും സഹോദരനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. ഇത്തിത്താനത്ത് നിന്ന് KK രാജപ്പൻ്റെ സഹോദരൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.